ഹായ് അസ്സലാമലൈക്കും. എല്ലാവർക്കും സബാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു ഡെസേർട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതൊരു അറബിക് ഡെസേർട്ട് കൂടിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിനു മുമ്പായിട്ട് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിനുശേഷം തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കണും കൂടെ കാണും, അതൊന്നും മറക്കാതെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു ഡെസേർട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് പാല് കൊണ്ടൊരു മിക്സ് റെഡിയാക്കണം. അത് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് 2.5 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. 250 ml കപ്പിന് 2.5 കപ്പ് പാലാണ് എടുത്തത്. പിന്നെ കാച്ചി തണിഞ്ഞതിന് ശേഷമുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ 100 ഗ്രാം ഫ്രഷ് ക്രീമും കൂടെ എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കണക്കായിട്ടുള്ള മധുരമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം ഞാനിതാ കുറച്ച് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 1/2 കപ്പോളം. പിന്നെ കുറച്ച് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നിക്കിൽ നമുക്ക് വെറും കണ്ടൻസ് മിൽക്ക് മാത്രം ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ വെറും പഞ്ചസാര മാത്രം അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഞാൻ രണ്ടും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കണ്ടൻസ് മിൽക്ക് കയ്യിലുണ്ടെങ്കിൽ എന്തായാലും കുറച്ച് ചേർത്ത് കൊടുക്കുക, നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ 2 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ചേർത്തത്. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നന്നായിട്ട് എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ആവണം. അങ്ങനെ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിങ് സെറ്റ് ചെയ്യുന്നത് ആ ഒരു പാത്രം എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഞാനിതാ കുറച്ച് പ്ലെയിൻ ആയിട്ട് വരുന്ന ഇതുപോലത്തെ പഫ് എടുത്തിട്ടുണ്ട്. ഉള്ളിൽ ഫില്ലിങ്ങോ അല്ലെങ്കിൽ ക്രീമോ അങ്ങനെ ഒന്നുമില്ലാതെ പ്ലെയിൻ ആയിട്ട് വരുന്ന പഫാണിത്. മുകളിൽ കുറച്ച് ഷുഗറിൻ്റെ ഇതുണ്ട്, അത് കുഴപ്പമില്ല, മധുരമുള്ള പുഡിങ്ങാണല്ലോ നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്ലെയിൻ ആയിട്ടുള്ള പഫ് കിട്ടാനുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക. ബേക്കറിയിലെല്ലാം കിട്ടുമായിരിക്കും. അല്ലെങ്കിൽ ഇത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ബ്രെഡ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ ഏത് ട്രേ ആണോ എടുക്കുന്നത് അതിലേക്ക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഈ ഒരു ട്രേൻ്റെ പകുതിയോളം ഞാനിത് ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുക. ഇതിന് കണക്കായിട്ടൊരു അളവൊന്നുമില്ല. നിങ്ങൾക്ക് എത്രയാണോ ഈ ഒരു പുഡിങ് വേണ്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ ട്രേൻ്റെ ആ ഒരു വലുപ്പത്തിനെല്ലാം അനുസരിച്ചിട്ട് ഇത് ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ പാലെടുക്കുമ്പോഴും ആ ഒരു രീതിയിൽ എടുത്താൽ മതി. അങ്ങനെ ഇതാ പകുതിയോളം ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാൻ കുറച്ച് ബദാം സ്ലൈസ് ചെയ്തതും പിസ്ത സ്ലൈസ് ചെയ്തതും ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. കറുത്ത മുന്തിരിയാണെങ്കിൽ കറുത്ത മുന്തിരി എടുക്കാം, ഏതാണോ കയ്യിലുള്ളത്, അല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് എടുക്കാം. അതെല്ലാം നമുക്ക് കുറച്ച് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ കുറച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബദാം, പിസ്ത, ഉണക്കമുന്തിരി എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുക്കുന്നത്. ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒന്നിക്ക് ഫ്രഷ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുത്താൽ മതി. ഒരു 2-3 ടേബിൾ സ്പൂണോളം ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഈ ഒരു രീതിയിൽ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് ലെവലാക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച പാലുണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പാലിൽ ഇത് നന്നായിട്ട് കുതിരണം. ആ ഒരു രീതിയിൽ പാലൊഴിച്ച് കൊടുക്കുക. ഇത് മുങ്ങിക്കിടക്കുന്ന ആ ഒരു രീതിയിൽ പാലൊഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചതിൽ ഒരു 1/4 ഭാഗത്തോളം പാല് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും കുറച്ചും കൂടെ പഫ് ഉണ്ടല്ലോ, അത് ഞാൻ ഒന്നും കൂടെ പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നിക്കിൽ ഇതുപോലെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ മുഴുവനായിട്ട് പൊടിച്ചിട്ടതിന് ശേഷം അതിലേക്ക് പാല് മുഴുവനായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്യൽ. പഫ് പൊടിച്ചിട്ടതിന് ശേഷം വീണ്ടും ബദാം സ്ലൈസ് ചെയ്തത്, പിസ്ത സ്ലൈസ് ചെയ്തത്, ഉണക്കമുന്തിരി അതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ ചിരകിയതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പാല് കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ മിക്സ് ചെയ്യുന്നില്ല, പാലങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്.
അങ്ങനെ പാലിൻ്റെ മിക്സ് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കാം. ഇത് കണ്ട ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്കിത് വേണ്ടത്. പാലിൽ ഇതെല്ലാം ഇങ്ങനെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഇങ്ങനെയാണ് നമുക്കിത് വേണ്ടത്. ഇനി നമുക്കിത് ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. പ്രീ ഹീറ്റാക്കിയ ഓവനിൽ ഇത് വെച്ചതിന് ശേഷം 200 ഡിഗ്രിയിൽ ഒരു 15-20 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോഴത്തേക്ക് ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ബ്രൗൺ കളറായി വരും. ആ ഒരു സമയത്ത് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതാ മുകൾ ഭാഗം ഇതുപോലെ ആയതിനു ശേഷം ഞാൻ ഓവനിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചൂടോടെ വേണമെങ്കിൽ ചൂടോടെ തന്നെ കഴിക്കാം. ഒരുപാട് സമയം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഞാനിത് കട്ട് ചെയ്തിട്ട് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റട്ടെ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി പുഡിങ്ങാണിത്. ഗസ്റ്റൊന്നും വന്നു കഴിഞ്ഞാൽ ഒരുപാട് സമയം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി കൊടുക്കാം ഈ ഒരു ഡെസേർട്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഒരു സ്കൂപ്പ് ഐസ്ക്രീമും കൂടെ ഇട്ടിട്ട് പിന്നെ ഡെക്കറേഷന് വേണ്ടിയിട്ട് സ്ലൈസ് ചെയ്ത ബദാമും പിസ്തയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഇട്ടിട്ട് ഐസ്ക്രീമും കൂടെ കൂട്ടിയിട്ട് നമുക്കിത് കഴിക്കാം. ഐസ്ക്രീമും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു ഡെസേർട്ട്. അപ്പോൾ കയ്യിൽ ഐസ്ക്രീമും ഉണ്ടെങ്കിൽ അതും കൂടെ കൂട്ടിയിട്ട് കഴിക്കുക. ഐസ്ക്രീം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഉണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ നല്ല ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.